ഇത് ഞങ്ങളുടെ ചക്കര. ചക്കരയുടെ പേരെന്താ? ശ്രീദിക. നേരെ പറയ്. ശ്രീദിക. ചിരിക്കട്ടുള്ള അനിയത്തി അവിടെ ഉണ്ട്. അനിയത്തി മടിയായിട്ട് വന്നില്ല. മടി അമ്മ ഉണ്ടാക്കിയ അച്ചാറും നാരങ്ങച്ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു കയ്പ്പ് രസമൊക്കെ ഉണ്ട്, നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാ തോന്നുന്നു. നാരങ്ങ മൂക്കാത്തത് കാരണമാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് വീട്ടിലേക്ക് കൊണ്ടുപോയാണ്. അച്ചാർ കഴിഞ്ഞോ? അതിനേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഒക്കെ കൊണ്ടുപോകും. അവളെ വീട്ടിൽ നിറയെ ആളുണ്ട്. ഇവിടെ അത് ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ അവൾക്ക് കൊടുത്തു വിടുകയാണ്. കൈ കഴുകണ്ടാടെ നല്ല സമയം. കൈ കഴുകണം. കൈ കഴുകിട്ട് വരാൻ. ചക്കരയുടെ വായലി മുടി കെട്ടും. മുടി കെട്ടി കൊടുത്തു തരീ. മുടി കെട്ടി പാൻറ്റൊക്കെ ശരിയായി. അമ്മ പായസാക്കി കൊടുക്കണം. അവിടെ എത്തുമ്പോഴേക്ക് എന്താകുമെന്ന് അറിയില്ല. പിരിയോന്ന്. ഇതിലെന്താ പാല വെച്ചേക്കണ്? പശുമ്പാല്, നാളേരപ്പാല് കൂടുതലായിട്ട്. മുടി കെട്ട് റെഡിയായാ? എന്റെ അമ്മയാണ്, എന്റെ പൊന്നമ്മയാണ്. എന്റെ അമ്മ തന്നെയായി. ഞങ്ങളുടെ വിഷമം. ഞാൻ എന്റെ ചേച്ചിയുടെ വീട്ടിലും അവിടെയൊക്കെ ആയിട്ട് എന്റെ അമ്മേനെ കൊണ്ടുപോകും, അവിടെ നിർത്തും. പക്ഷെ അമ്മ എവിടെ പോയാലും അമ്മ 10 ദിവസം കഴിഞ്ഞ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരണം. എന്റെ അടുത്തൊക്കെ അമ്മ കുറച്ച് ദിവസം വരും, വന്ന് നോക്കും. അടുത്തായത് കാരണം അധികം വന്ന് നിക്കാറില്ല അമ്മ അവിടെ. എന്നാലും അമ്മ കൊറേ പേരുണ്ട് എന്റെ വീട്ടിൽ. എന്നാലും അമ്മ നിക്കാറുണ്ട് 2-3 ദിവസമൊക്കെ. എന്റെ അമ്മ ഇനി ഞാനെനിക്ക് ദൈവം സഹായിച്ച ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മേനെ കൊണ്ടുപോയി നിർത്തും. അതന്നെ. ഇനിയിപ്പോ 2-3 ദിവസം എന്റെ കുട്ടികളെ ഇവള് കൊറേ ടാറ്റ കൊടുക്കും. ഇവള് പോണ വട്ടം കാണാനില്ല. ടാറ്റ 5-6 പ്രാവശ്യം നേരെ കെട്ടി വെക്കുക. കുട്ടിയുടെ വായിലും കയ്യിലും വെക്കുക. ഇതൊന്നും മറക്കണ്ട. ഫോണ് ചാർജർ. വീട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോഴുള്ള ലഗേജുകളാണ് ഇതൊക്കെ. ഇതിലൊക്കെ തയ്ക്കാനുള്ള തുണികളാണ്. ഇതൊക്കെ എൻ്റെ അനിയത്തിയുടെ തയ്ക്കാനുള്ള തുണികളാണ് ഇതിലൊക്കെ. അവൾ അവിടുന്ന് എല്ലാം കൊണ്ടുവരും. കണ്ടോ, ഇതൊക്കെ തയ്ക്കാനുള്ള തുണികളാണ്. ഇതാണ് ഇവിടെ അനിയത്തി. ഇവളുടെയാണ് തയ്ക്കാറ് ലഗേജും കൊണ്ട് വരുന്നത്. പോവാൻ റെഡിയാവുക. ഞങ്ങൾ വന്നു പോയ അലങ്കോലായി കിടക്കണ വീട്. എനിക്ക് പായസം വേണ്ട. പായസം അവിടെ ഉണ്ട്. എനിക്കൊന്നും വേണ്ട. അവിടെ ഉണ്ട്. അമ്മ പായസം ഉണ്ട്, കൊണ്ടൊക്കെ പറയുന്നു. അവിടെ പാലട എനിക്ക് വേണ്ട. അവിടെ ഉണ്ട്. വേണമെങ്കിൽ ഒരു തുള്ളി കൊണ്ടുപോകാന്ന് മാത്രം. അമ്മ പാലട പായസം ഉണ്ട്, കൊണ്ടേക്കോളാൻ പറയും. അതൊരു കുഞ്ഞടപ്പയിൽ തന്നു. പായസങ്ങൾ കൊണ്ടുപോകാൻ പറയണം. പായസം ഉണ്ട്, കൊണ്ടേക്കോളാൻ. അല്ലപ്പോ പായസം കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ നീ ഇന്ന് പോകണ്ടേ? നാളെ പോയാൽ മതി. എന്താ മാളൂന് പഠിക്കാണ്ട്. ഞാൻ പറഞ്ഞിട്ടാ വന്നിരിക്കണേ. ഇങ്ങോട്ട് വന്നാൽ നടക്കില്ല. ഇതെന്ന് ചാർജ് കൂട്ടണം. കമ്പ്യൂട്ടർ അതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഏറ്റി പിടിച്ചിട്ട് വരണം ഇങ്ങോട്ട്. അത് നടക്കില്ല. ഞങ്ങൾ വന്ന് പോകുമ്പോഴുള്ള കഴിച്ചിട്ടുള്ളതൊക്കെ ഇതൊക്കെ അതെല്ലാവരും പോവുകയാണ്. രാവിലെ കഴിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ കിടക്കണത്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി അടുക്കിപ്പെറുക്കി വയ്ക്കണം. ശരി, അവൾ റെഡിയായി. ഇതാണ് നമ്മൾ വീട്ടിൽ വരുന്നത് അല്ലേ? അങ്ങമ്മോ ഓടി വരെ ഓടിപ്പോവുക. അമ്മക്ക് 2 ദിവസം നിൽക്കുക. അമ്മക്ക് എന്തെങ്കിലും കൊടുക്കണ്ട. ഓണായിട്ട് ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ജോലിക്കാരി കേട്ടോ. ജോലി കിട്ടി ശമ്പളം കൊടുക്കും. കരയുന്നതായിരിക്കും. ഇവൾക്ക് ജോലി കിട്ടി. അപ്പം ചെറിയ ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഒരു വണ്ടി വിളിച്ചിട്ട് പൊക്കോടെ കുട്ടികളെയും കൊണ്ട്. അതമ്മ വെറുതെ പറയണതാണ് കേട്ടോ. കൊടുക്കുന്നവൾക്ക് അല്ല, അത് ഇന്നിപ്പോ കാര്യമായിട്ട് ബസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഞാൻ പറയാ എന്നാ അതും കൊണ്ട് വണ്ടി വിളിച്ചിട്ട് പൊക്കൂടെ. അപ്പൊ അത് കൊടുക്കുക അവൾക്ക്. അവളിതാ ഇതൊന്നും കൊള്ളല്ലേ. നീ ഈ ഡ്രസ്സൊക്കെ ഇതെന്തൊക്കെ അതൊക്കെ അവിടെ കറ പറയാന്ന്
എനിക്കൊരു സഞ്ചി വേണം അമ്മ. ഒരു സഞ്ചിക്ക് തരും അമ്മ. അതെനിക്ക് തായോ. അത് ഞാൻ കൊണ്ടോട്ടെ. ഞാൻ പോവാ. ചേച്ചി കൊണ്ടോളെ ബാഗ്. ഞാൻ എനിക്കൊരു സഞ്ചി വേണമ്മ. സാധനങ്ങൾ വാങ്ങിക്കാൻ. സുഭാഷ് എന്ന് എഴുതിയിട്ടുള്ള നല്ല സഞ്ചി. അതാണ് സഞ്ചി. ചേച്ചി അവള് വണ്ടിയിലല്ലേ ഇവിടെ അച്ചുട്ടിയുടെ കയ്യിൽ ബാഗ് അച്ഛൻ്റെ എനിക്കെന്താ പറയാ ഈ എനിക്ക് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. മാളവിന് കൊണ്ടുപോകാൻ സോപ്പും ഒക്കെ വാങ്ങണം. എനിക്ക് അലക്ക് സോപ്പ് വാങ്ങണം. അതൊക്കെയാണ്. അച്ചേട്ടൻ ഞങ്ങൾ ഗെയിം കളിക്കുകയാണ്. ആ നമ്മുടെ അച്ചേട്ടൻ. അമ്മ പാത്രം കഴുകണം. കിണറില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പാത്രങ്ങളിലൊക്കെ വെള്ളം അങ്ങനെ നിറച്ച് വയ്ക്കും. പൈപ്പിൽ വെള്ളം വരുമ്പോൾ. ഇവിടെയാണ് അമ്മ പാത്രം കഴുകുക. ഇത് നിറയെ കുയ്യൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിൽ കവർ കെട്ടിയാൽ മതി അമ്മ. കണ്ടോ, നിറയെ കൊയ്യൊക്കെ ഉണ്ടായിട്ടുണ്ട്. അമ്മ പറയേ കൊയ്യൊക്കെ നാശമാകും. നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിൽ. ഇത് അമ്മ അങ്ങനെ കവറ് കെട്ടി വയ്ക്കും ഞങ്ങൾ വരുമ്പോഴേക്കും. ഇതിലൊരു കളർ വ്യത്യാസം വരുന്നില്ല അമ്മ. കണ്ടോ, നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിലൊരു കളർ ഉണങ്ങുന്ന പോലെയാവുക. നിറയെ ഉണ്ടായിട്ടുണ്ട്. കൊയ്യക്ക, ഞങ്ങളിവിടെ കൊയ്യക്ക എന്ന് പറയുക. ചിലർ പേരയ്ക്ക പറയും. പോവാൻ ഞങ്ങൾ പോവാണ്. കുട്ടികളെയും അനിയത്തിനെയും കാണാൻ പറഞ്ഞിട്ട് അപ്പം കിട്ടിയുള്ള ലഗേജ് അതൊക്കെ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വീണ്ടും അമ്മ ഇവിടെ ഒറ്റയ്ക്ക്.